ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം വാസ്. അപ്പോൾ നിങ്ങളൊക്കെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. മാഷാ അല്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല, നമ്മൾ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. നോമ്പുകാലം ആയാൽ പിന്നെ തിരക്കുകളുടെ ഒരു ബഹളമാണല്ലോ അല്ലേ, ഒന്നിനും സമയം തികയില്ല എന്നുള്ള പരാതിയാണ് എല്ലാവർക്കും. ഇപ്പോൾ നോമ്പൊക്കെ ഏകദേശം പകുതിയൊക്കെ കഴിഞ്ഞു പോയി. ഇനിയത്തെ തിരക്കുകൾ പറയാതിരിക്കാവും നല്ലത്. നോമ്പ് തുറക്കലും തുറപ്പിക്കലൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമാവുമല്ലോ അല്ലേ. മുന്നേ നോമ്പ് തുറക്കാത്തവരൊക്കെ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നോമ്പ് കഴിയുന്നതിൻ്റെ ഉള്ളിലായിട്ട് അതൊക്കെ അങ്ങോട്ട് തീർക്കലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് നോമ്പ് തുറക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങൽ പരിപാടി അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് അങ്ങനെയാണ്. മുന്നേ ഒക്കെ കുറേ നേരമൊക്കെ കിടന്നുറങ്ങിയിരുന്നു. ഇപ്പോൾ മോൻക്ക് എക്സാം ടൈമാണ്. അപ്പോൾ അവനക്ക് രാവിലെ കുറച്ച് നേരം പഠിക്കാനും ക്ലാസ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവൻ്റെ കൂടെ ഒന്ന് കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ചിങ്ങണ്ട് അപ്പുറത്ത് ഞാനും ഇരിക്കൂട്ടാ. ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇരിക്കും. കാരണം സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഏതായാലും ഉറങ്ങാൻ പോണില്ല. പോയി കിടന്നാലും നമുക്കെന്തോ മോനിങ്ങനെ എണീറ്റിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ പിന്നെ കിട്ടുന്ന ടൈം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിങ്ങണ്ട് ആ സമയത്ത് കുറച്ച് ഇബാദത്തുകളൊക്കെ ചെയ്യാനും വേണ്ടി നോക്കലുണ്ട് കേട്ടോ. പിന്നെ സുബൈൻ്റെ സമയത്ത് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ടൈമാണല്ലോ. അപ്പോൾ അങ്ങനെ പോകട്ടോ. പിന്നെ മക്കൾ രണ്ടാളും ഉറങ്ങുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ നേരെ അത്യാവശ്യം വെളുത്ത് വന്നു. കുട്ടികൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. ഈ പ്രായക്കാർ മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാതെ പറ്റൂലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ അവർ മാറ്റി ഒരുങ്ങി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് വീട്ടിലേക്ക് പോകുക കേട്ടോ, നോമ്പ് തുറക്കാനും വേണ്ടിയിട്ട്. മോനും ക്ലാസ്സിന് പോയിട്ടുണ്ട്, അവിടുന്ന് അങ്ങനെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കുട്ടികളും കൂടി പോകാനൊക്കെ വേണ്ടി ഒരുങ്ങിയതായിരുന്നു. അനിയത്തി ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വിളിക്കാൻ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടാ. പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു നോമ്പ് തുറ പരിപാടിയൊക്കെ ആയിരുന്നതുകൊണ്ട് ചടപടയെന്നുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. തലേന്നൊന്നും എനിക്കറിയില്ലായിരുന്നു നാളെ ഇങ്ങനെ പോകേണ്ടി വരുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കാനൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഉപ്പ വിളിച്ച് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, നമുക്ക് ഒരു ദിവസമെങ്കിലും ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ കൂടെ നോമ്പ് തുറന്നിട്ടില്ലെങ്കിലും ഒരു സ്വൈര്യക്കേട്. ഞാനിപ്രാവശ്യം പോകില്ലാന്ന് വിചാരിച്ചതായിരുന്നു. കാരണം മോൻക്ക് എക്സാമൊക്കെ അല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോമ്പ് തുറക്കുക, രാത്രി തിരിച്ചു വരിക, അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ പോവണ്ടെന്നായിരുന്നു വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഉമ്മയിപ്പം ഇങ്ങനെ വിളിച്ചിങ്ങനെ പറയുമ്പോൾ അത് തട്ടിക്കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് കാര്യങ്ങളൊക്കെ ഉമ്മ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇപ്പോൾ വീട്ടിലില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനും അനിയത്തിയും പോയിട്ട് സെറ്റാക്കുകയാണ് ചെയ്തത് കേട്ടോ. എല്ലാ പ്രാവശ്യത്തെയും പോലത്തെ ഒരു റമളാൻ വൈബ് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. കാരണം അനിയത്തികൾ രണ്ടാൾക്കാർ ഇപ്പോൾ നാട്ടിലില്ല, പിന്നെ അനിയനും നാത്തൂനും ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ ആ ഒരു രസമുണ്ടല്ലോ, അത് ഇപ്രാവശ്യത്തെ നോമ്പ് തുറക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഉള്ളവർ വെച്ചിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സെറ്റാക്കി വൈബാക്കി എടുത്തതാണ് നമ്മൾ. എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസമാട്ടോ. അവിടെ ഭയങ്കര ബഹളമൊക്കെ ആയിട്ട്. പക്ഷേങ്കിൽ എന്താ ചെയ്യുക, അവരൊക്കെ ഇപ്പോൾ ഗൾഫിലാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടിലുള്ളവരെ വെച്ചിട്ട് അങ്ങോട്ട് തട്ടിക്കൂട്ടിയ ഒരു നോമ്പ് തുറ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ അതിന്. പിന്നെ കുറേ സ്പെഷ്യൽ വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനും അനിയത്തിയൊക്കെ അവിടെ ചെന്നതിൻ്റെ ശേഷം കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കിയതാണ്. ഉമ്മാക്ക് ഒറ്റയ്ക്ക് കഴിയുമില്ല. പിന്നെ എനിക്കും അനിയത്തിക്കും ചെറിയ കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സംഭവങ്ങൾ മെനക്കിട്ട് ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ നോമ്പ് തുറ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചത് കേട്ടോ. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാളും നമ്മൾ എൻജോയ് ചെയ്യുന്നത് എല്ലാവരും കൂടി ഒത്തുകൂടുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ വിഭവം കുറഞ്ഞു പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള നോമ്പ് തുറ അല്ലെങ്കിലും നമുക്ക് ചെറിയ ചെറിയ മക്കളായതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ശരിക്കും കുറേ ആളുള്ളൊരു ഫീലൊക്കെ ആയിരുന്നു കേട്ടോ. ചെറിയ മക്കളാകുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ബഹളമൊക്കെ കഴിഞ്ഞു, നോമ്പ് തുറയും കഴിഞ്ഞിട്ട് എല്ലാവരും നിസ്കരിക്കാനൊക്കെ പോയി. ഇപ്പോൾ അതാ ഫുഡൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ മന്തി ഉണ്ട്. മന്തി നമ്മൾ ഓർഡർ ചെയ്തതാണ്. പിന്നെ പൊറോട്ട, അതും ബാക്കി കറികളും ഫ്രൈ അതൊക്കെ ഇവിടെ വീട്ടിൽ ഉമ്മ തന്നെ ചെയ്തതാണ് കേട്ടോ. ഉമ്മാൻ്റെ ബീഫ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയണമല്ല കേട്ടോ, നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഉമ്മ ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. എന്തോ നമ്മളതേപോലെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടണില്ല. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ ബീഫ്. അതേപോലെ ഉമ്മാൻ്റെ മീൻകറി അതേപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചു. നമ്മൾ ചായ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. കാരണം മോൻക്ക് എക്സാമാണ്, മോൾക്ക് എക്സാമാണ്. ഒരു എക്സാമും നോമ്പുകാലം കൂടെ ഒന്നിച്ച് വന്നപ്പോൾ നമുക്കങ്ങനെ അവിടെ നിൽക്കാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ രാത്രിയിൽ തന്നെ കുറച്ച് വൈകി 10-11 മണിയായി. എന്നാലും തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഒരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഇട്ടാൽ. അപ്പോൾ അതിലെന്താണെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലാണ് കാണിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തയച്ചതായിരുന്നു കേട്ടോ. വലിയ സംഭവമായിട്ടൊന്നുമില്ല, എന്നാലും ആരെങ്കിലുമൊക്കെ അവിടെ നിന്ന് പോരുമ്പോൾ ഇക്കൊക്കെ അവരെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേട്. അങ്ങനത്തെ ഒരാളാണ്. എത്ര വേണ്ട കൊടുത്തേക്കണ്ടെന്ന് പറഞ്ഞാലും മാഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ആയിട്ട്
കൊടുത്തയക്കൂട്ടാ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇളച്ചിയും മക്കളൊക്കെ ഗൾഫിലാണ്. അപ്പോൾ ഇളച്ചൻ്റെ മോൻ ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. എക്സാം ആയപ്പോൾ അവൻ ഇങ്ങോട്ട് പോകുന്നിട്ടാ. അപ്പോൾ അവൻ വരുമ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇളച്ചി മക്കൾ വന്നിട്ടില്ല കേട്ടോ, അവർ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ മോന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കൊടുത്തയച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല, അങ്ങനെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കണ്ടപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിയതാണ്. എല്ലാവർക്കും ഓരോ സെറ്റ് ചെരുപ്പുണ്ട്. ഇത് ഡെയിലി യൂസിനെന്നും പറഞ്ഞിങ്ങാണ്ട് ആൾ കൊടുത്തയച്ചതാണ്. പക്ഷേങ്കിൽ കണ്ടപ്പോൾ അങ്ങനെ വീട്ടിൽ ഡെയിലി യൂസിനേക്കാളും ചെറുതായിട്ടൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാനും കൂടി പറ്റും എന്നുള്ള രീതിയിലുള്ള ചെരുപ്പായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് മോനൂനാണ് കേട്ടോ, ഈ വൈറ്റ്. കുറച്ച് സൈസ് കൂടുതലുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ബോയ്സിന് സൈസ് കൂടുതലുള്ള ഡ്രസ്സും ചെരുപ്പൊക്കെ ഇടലാണല്ലോ അവരൊരു ട്രെൻഡ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ സെറ്റായി പോയിക്കോളും. ഇതിറിയ മോൾക്ക് അതും സൈസ് കൂടുതലാണ്. പിന്നെ സൈസ് കൂടിയാൽ വലിയ പ്രശ്നമില്ല, കുറഞ്ഞു പോയാലാണല്ലോ നമുക്ക് സങ്കടം ഇങ്ങനെ ഇപ്പോൾ ഇതിടുക എന്നുള്ളത്. കൂടിയാൽ പിന്നെ അത് വെയിറ്റ് ചെയ്യുക, നമുക്ക് പാകമാകുമ്പോൾ ഇട്ട് കൊടുക്കുക അങ്ങനെ. പിന്നെ പാൽപ്പൊടി, അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസുകൾ കേട്ടോ. അത് പിന്നെ നമ്മളെ വീട്ടിൽ ആവശ്യമാണെന്ന് ഇക്കാക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ കൊടുത്തയച്ചതാണ്. പിന്നെ എന്തൊക്കെ കൊടുത്തയച്ചെന്ന് പറഞ്ഞാലും മക്കൾക്ക് അതിൻ്റെ കൂടെ മിഠായി കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ മക്കളെ സംബന്ധിച്ച്. അത് ഭയങ്കര പരാതിയായിട്ട് അവർ കൊണ്ടുനടക്കും. അപ്പോൾ കുറച്ച് മിഠായികളുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നതാ ഈ ഒരു സ്റ്റോറേജ് ബോക്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ. നമുക്ക് കിച്ചണിലേക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസുകൾ കിട്ടുമ്പോഴാണല്ലോ നല്ലൊരു ഹാപ്പിനെസ് തോന്നുക. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ചധികം ബോക്സുകൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാതും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഫുഡ് ഐറ്റംസുകളൊക്കെ ബോക്സിലാക്കി വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി കേട്ടോ. അപ്പോൾ അതൊക്കെ നാട്ടിൽ വരുമ്പോൾ കാണലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് ആൾ കുറച്ചധികം ബോക്സുകൾ തന്നെ കൊടുത്തയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ അതൊക്കെ കഴുകി ഉണക്കി എടുത്തിട്ട് അതിൽ ഓരോന്നൊക്കെ ആയിട്ട് ഫില്ല് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിനൊക്കെ ഒന്ന് മൊഞ്ചാക്കി എടുക്കണം. എനിക്കെന്തോ ഇങ്ങനത്തെ ഓർഗനൈസിങ് ബോക്സുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മോനിക്ക് ഇതാ ഈ ഒരു പൗച്ചുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഐറ്റംസുകളുണ്ട്. അതായത് നെയിൽ കട്ടർ, കത്രിക, അങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടോ. നമ്മൾ കാലും നഖമൊക്കെ വൃത്തിയാക്കി വെക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞ് നെയിൽ കട്ടറാണ് കേട്ടോ. നമ്മൾ ബേബീസിന് വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേങ്കിൽ നമുക്കും ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. മറ്റുള്ള സാധനങ്ങളൊക്കെ ഈ പെഡിക്യൂറൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ റിയമോൾ അത് കൈക്കലാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേങ്കിൽ മോനത് കൊടുക്കണമൊന്നുമില്ല കേട്ടോ. അവർക്ക് എന്തോ ഒരു ടോയ് കിട്ടിയ മട്ടിൽ അതും കൈ പിടിച്ച് ഒരേ ഇരിപ്പായിരുന്നു കേട്ടോ. എത്ര ചോദിച്ചിട്ടും തരണമൊന്നും ഇല്ലായിരുന്നു. പിന്നെ മോനക്ക് സെറിലാക്ക് ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തയക്കൂട്ടോ. ആൾക്ക് നല്ല ഇഷ്ടമാണ് അത് കഴിക്കാൻ. ഇപ്പോൾ അത് കൊടുക്കരുതെന്നൊക്കെ പറയും. പക്ഷേങ്കിൽ ഇപ്പോൾ റമദാനൊക്കെ അല്ലേ, വല്ലപ്പോഴും ഒക്കെ കൊടുക്കും. നോമ്പ് നോറ്റിങ്ങാണ്ട് എപ്പോഴും കുട്ടീനെ ഫീഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. നല്ല ക്ഷീണം കേടൊക്കെ തോന്നും. അപ്പോൾ അങ്ങനത്തെ സമയത്തിൽ ഇതേപോലത്തെ സെറിലാക്കും സംഭവങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ആശ്വാസമാണ്. സ്ഥിരമായിട്ട് അങ്ങനത്തെ ഫുഡ് കൊടുക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിക്കണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.